മിമിക്രി എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഇടയ്ക്ക് അശോകൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പം ഇനി ചെയ്യുന്നില്ല എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ മിമിക്രി അതൊരു കലാരൂപമായിട്ട് മനസ്സിലാക്കണോ? അല്ലെങ്കിൽ അതിങ്ങനെ നമ്മളെ പരിഹസിക്കാനാണ് അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ആളുകൾ? അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നമുക്ക് അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഉം. ഇപ്പം നമ്മളെ ഒരാൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഉം, ഉം. മനസ്സിലായില്ലേ? അതായിരിക്കില്ല റിയൽ ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് മിമിക്രിക്കാർ ചെയ്യുമ്പം ഞങ്ങളത് മിമിക്രി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് എക്സാഗ്രേറ്റ് ചെയ്ത് Exaggerate. ചെയ്താലേ അത് ജനത്തിന് ഇഷ്ടമാവുള്ളൂ. ഇപ്പം മമ്മൂക്കയുടെ കാണത്തന്നെ ഇങ്ങനെ ഇങ്ങനെ കൈകുത്തും. മമ്മൂക്ക എന്ന് ചെയ്ത് കാണും, ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മിമിക്രിക്കാരെല്ലാവരും ചെയ്യുന്ന അങ്ങനെയാണ്. ഇങ്ങനെ കൈകുത്തുന്നു, അതെ, നാക്കുന്ന ഈ ടിനിയൊക്കെ ചെയ്യുന്ന കണ്ടാൽ മമ്മൂക്ക അപ്പടിക്കും. പക്ഷെ മമ്മൂക്കയ്ക്ക് അത് വലിയ ഇഷ്ടമാണ്. മനസ്സിലായി, നമുക്ക് അത് ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ലാലേട്ടൻ്റെ ഒക്കെ ആണെങ്കിലും സത്യമാഷിൻ്റെ ഒക്കെ ആണെങ്കിലും ഒക്കെ കുറേ പേരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് കുറച്ച് കൂടുതലാണല്ലോ എന്ന്. പക്ഷെ അങ്ങനെ ചെയ്താലേ ചിരി കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും മിമിക്രി ചെയ്യുന്ന ആരും നമ്മൾ ചെയ്യുന്ന ആരെയാണോ, ഇപ്പം ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന കലാപം മണിച്ചേട്ടൻ്റെ, ഞാനൊന്നും പക്ഷെ അങ്ങനെ ഒരുപാട് മണിച്ചേട്ടനൊന്നും പിന്നെ അങ്ങനെ ഓവറാക്കി നമുക്ക് ചെയ്യാനും പറ്റില്ല. പക്ഷെ നമ്മൾ മിമിക്രിക്കാർ ചെയ്യുന്ന ഒരു നടനെയും നമ്മൾ കളിയാക്കണമെന്നോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യണമെന്നോ പറഞ്ഞല്ല കരുതിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. കാര്യം ഒരു താരത്തിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അവന് ആ താരത്തിനെ വെച്ച് ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് അവനൊരു ശമ്പളം കിട്ടുന്നത്. അപ്പോൾ ആ പൈസ കിട്ടുന്നിടത്തോളം കാലം ഒരിക്കലും അവൻ ആ താരത്തിന് ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരിക്കലും അങ്ങനെ മനഃപൂർവ്വം കളിയാക്കില്ല. പക്ഷെ അങ്ങനെ ചെയ്താലേ ജനത്തിന് ഇഷ്ടമാവുള്ളൂ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ചില ആക്ടേഴ്സിന് അത് ഇഷ്ടമല്ല. മധുസാറിനൊന്നും ഇഷ്ടമല്ല എന്ന് കേട്ടിട്ടുണ്ട്. മധുസാർ ഒരിക്കലും അനുകരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദേഷ്യപ്പെടുന്നൊക്കെ ഒരാളാണ്. അശോകൻ ചേട്ടനും ആ ഒരു സ്പിരിറ്റ് പറഞ്ഞായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് ആണ്, അദ്ദേഹത്തിന് അത് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അസീസിനെ കുറിച്ചാണ്. അപ്പോൾ അസീസ് അത് പറയുകയും ചെയ്തു, ഞാൻ ഇനി ഒരിക്കലും അനുകരിക്കില്ല. കാര്യം അസീസ് ഏറ്റവും കൂടുതൽ ഗൈഡ് കിട്ടിയിട്ടുള്ളതും അസീസിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുത്തും അശോകൻ ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുമ്പം ഒരിക്കലും അസീസിന് അത് പിന്നീട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അസീസ് തന്നെ പറഞ്ഞു, ഞാൻ അത് ചെയ്യില്ല.